കോഴിക്കോട് പന്തീരങ്കാവിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്. 3 വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകർന്നു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. സംഭവത്തിൽ 2 പേരെ പന്തീരങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുക്കം സ്വദേശികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായത്? എന്താണ് സംഭവിച്ചത്? ഈ കല്ലെറിഞ്ഞവരുടെ ഉദ്ദേശം എന്താണ്? ജിൽസി, ഓടിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായത്. 2 കാറുകൾക്കും ഒരു ലോറിക്ക് നേരെയുമാണ് കല്ലേറ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വാഹനങ്ങളുടെയൊക്കെ ഗ്ലാസുകൾ തകർന്നിട്ടുമുണ്ട്. അതിനകത്ത് ഈ യാത്രക്കാരുണ്ടായിരുന്നു. 2 കാറുകളിലും യാത്രക്കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോറിയിൽ ഡ്രൈവറും സഹായിയും ഉണ്ടായിരുന്നു. നിലവിൽ ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഏതായാലും ഇത് വലിയൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ദേശീയപാതയോരത്ത് വെച്ചുകൊണ്ട് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് അടുത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. 3 വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകർന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന 2 കുടുംബാംഗങ്ങളും ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ അന്വേഷണം ആരംഭിക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് 2 പേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുക്കം സ്വദേശികളായ 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ് എന്ന കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചു വരികയാണ്. മദ്യലഹരിയിലോ മറ്റു മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടവരെങ്കിലും ആണോ ഇവരെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഒരു സംഘം. അതുപോലെ തന്നെ മറ്റൊരു സംഘവും വയനാട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ ഗ്യാസ് ലോറിയാണ് മറ്റൊരു അപകടത്തിൽപ്പെട്ട ഒരു സംഭവം. ലോറിക്ക് നേരെയുമാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആളുകൾക്കൊന്നും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാവരെ പന്തീരങ്കാവ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ജിൽസി. ശരി സമീർ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ചിലർ കല്ലെറിഞ്ഞത്. എന്തിനാണ് അവർ കല്ലെറിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലൂടെയാണ് വ്യക്തമാവുക.